ഈ ആരോഗ്യം എന്ന് പറയുന്നത് അതൊരു ശീലമാണല്ലേ. ആ ശീലത്തിന് പുതുജീവൻ നൽകുന്ന മാസമാണ് കർക്കിടകം. അപ്പോൾ പ്രകൃതിയുടെ ഔഷധക്കൂട്ടും ആയുർവേദത്തിന്റെ അറിവും പാരമ്പര്യ ചികിത്സാ രീതികളുടെ കരുത്തും ഒരുമിക്കുന്ന ആരോഗ്യയാത്ര നമുക്കൊന്ന് കാണാം. ഇന്ന് നമ്മുടെ ഡോക്ടർ എന്ത് ടിപ്പാണ് തരുന്നത് കാണാം. ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള കർമ്മങ്ങളാണ്. അതായത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷം. വമനം എന്നത് കപാധികമായിട്ടുള്ള ദോഷങ്ങളെ നിയന്ത്രിക്കുന്നതിന് ചെയ്യുന്ന ഛർദ്ദിപ്പിക്കുന്ന ചികിത്സയാണ് വമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിരേചനം എന്ന് പറയുന്നത് പിത്തദോഷം കുറയ്ക്കുന്നതിന് ഉള്ളിലേക്ക് മരുന്ന് കൊടുത്ത ശേഷം വയറിളക്കി കളയുന്ന ചികിത്സയാണ് വിരേചനം. വസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദശമനമായിട്ടുള്ള ചികിത്സയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഞ്ചകർമ്മ ചികിത്സയാണ് വസ്തി. ഉള്ളിലേക്ക് മരുന്ന് കൊടുത്ത് വാദദോഷങ്ങളെ പുറത്ത് കളയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു എനിമ പോലുള്ള ഒരു ചികിത്സാ രീതിയാണ് വസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നതിന് അതുപോലെ കഫദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ചെയ്യുന്ന ചികിത്സയാണ് നസ്യം. മൂക്കിലേക്ക് മരുന്ന് എത്തിക്കുന്ന ഒരു ചികിത്സയാണ് നസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്തദോഷവും പിത്തദോഷവും കൂടി നിൽക്കുന്ന അവസ്ഥയിൽ രോഗശമനം വരുത്തുന്നതിന് ദുഷിച്ച രക്തത്തെ പുറത്തേക്ക് കളയുന്ന ബ്ലഡ് ലെറ്റിംഗ് ആയിട്ടുള്ള തെറാപ്പിയാണ് രക്തമോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ 5 കർമ്മങ്ങളാണ് പഞ്ചകർമ്മ ചികിത്സ വഴി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ പുറന്തള്ളുന്നതിന് ആദ്യം എണ്ണയിട്ട് കിഴി നൽകി അതുപോലെ ധാര പോലെയുള്ള ചികിത്സകളെല്ലാം ചെയ്ത് ശരീരത്തെ റെഡിയാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത്. അത് ഒരു വ്യക്തിക്ക് 5 കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറില്ല. രോഗത്തിൻ്റെ അവസ്ഥ, രോഗിയുടെ ബലം ഇവയെല്ലാം നോക്കി അനുയോജ്യമായിട്ടുള്ള ചികിത്സ ഡോക്ടറാണ് തിരഞ്ഞെടുക്കുന്നത്.